റിപ്പയറില്ല CID രായനെ അടിച്ചെന്ന് വന്നേ അങ്ങോട്ട് അത് പിങ്ങിട്ടടാ അമ്മയോട് നിപ്പുണ്ടോ? അയ്യോ അടിക്കണ്ട ഹോൾഡ് ചെയ്ത് ചോദിച്ച വായിക്ക് എന്താ അടിച്ചത്? അതായത് ഞങ്ങളിവിടെ ഗ്യാങ് വണ്ടിയായിട്ട് ഇവിടെ നിൽക്കുമായിരുന്നു. ഒരു സിറ്റിസൺ വണ്ടി വന്നിട്ട് കുറെ നേരം കൊണ്ട് ഞങ്ങളുടെ ഗ്യാങ് വണ്ടി എല്ലാം അടിച്ച് വെള്ളത്തിൽ കളഞ്ഞു. അപ്പൊ അതേ ആ ബ്രോയുടെ സെയിം ഡ്രസ്സായിരുന്നു. നീ അപ്പൊ ചോദിക്കാന്ന് പറഞ്ഞാൽ അടിക്കുവോ? നീ ചെന്ന് വായിക്കാത്ത കേറി ഇരിപ്പുണ്ടായിരുന്നോ? നീ സിറ്റിയിലെ ഗുണ്ടയാ? നീയൊക്കെ ആരാ? നീയൊക്കെ സിറ്റിയിലെ ഗുണ്ടയാ? നീയൊക്കെ നീ എവിടെ പോണു കേറിട്ട് ഇറങ്ങി ഓടിയാ? നിന്നെ ഇവിടെ പിടിച്ചു വെച്ചപ്പോ ബാക്കിയില്ലാണ്ട് ഓടിയോടാ? എന്തോടാ ഇവനെ തൂക്കിയെടുത്തോണ്ട് കൊണ്ടുപോടാ. തൂക്കിടാ അവന്റെയൊക്കെ. കൊണ്ടുപോകാൻ നമ്മുടെ ആൾക്കാർ ഗ്യാങ് പ്രസ് അല്ലാണ്ടിരിക്കുന്നവരാരൊക്കെയാ ഒന്ന് പറഞ്ഞേ. ഒന്ന് ഞാൻ ബ്ലാക്ക് ആണ്. ഈ റെഡ് നമ്മളാ, ഈ ബ്ലാക്ക് ഞാനാണ്. വേറെ ആരെങ്കിലും ഉണ്ടോ നോക്കിക്കോണേ. ഞാനിപ്പോ ഗ്യാങ്സിലോട്ട് വരുമോന്ന് പറഞ്ഞതല്ലേ? ഇതാരാ? CID-നുള്ള പിന്നെ CID ബിൽഡിംഗ് നിൽക്കുന്ന സീഡിയൊക്കെ ഫ്രസ്ട്രേഷൻ ആണോ? നിങ്ങള് G47 ആയിട്ടൊക്കെ തോക്കുന്ന സമയത്ത് മറ്റേ BC7 അടിക്കുന്നത് അത്ര ഫ്രസ്ട്രേഷൻ എനിക്കില്ല. എന്തായാലും അത്ര ഫ്രസ്ട്രേഷൻ എന്തായാലും എനിക്കില്ല. രാൻ എന്തായാലും ആ പരിപാടി കാണിക്കത്തില്ലെന്ന് അറിയാം. ഡ്രസ്സ് നോക്കി ചുമ്മാ വന്ന് അടിക്കാൻ പറ്റുമോ? അല്ല നിന്റെയൊക്കെ ചോദ്യം, എടാ നിന്റെയൊക്കെ പോലെ ചാറ്റ് പറയുന്ന പോലെ സിറ്റുവേഷൻ എടുക്കണം. മനസ്സിലായോ? നീ നിന്റെ പണി നോക്കി പോടാ കുണ്ണാളെ. എനിക്കറിയാം ആരെ അടിക്കണ്ടെന്ന്. ഞാൻ പറയുന്നതിനപ്പുറത്ത് അവന്മാരെ നിക്കത്തുമില്ല. മനസ്സിലായോ? രായനെ അടിക്കണ്ട, അത് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ കൂട്ടത്തിലുള്ളവന്മാരെ ചോദിച്ചിട്ട് അടിക്കണം. അമ്മമാർക്ക് അത്രയ്ക്ക് മടിക്കാൻ മുട്ടിയിരിക്കുകയാണെങ്കിൽ നേരെ വേറെ ഏതെങ്കിലും അതിന്റെ മണ്ടയിൽ പോയി കയറിയാൽ മതി. നമ്മുടെ മണ്ടയിൽ കയറണ്ട. ഡിസ്കോഡ് മ്യൂട്ട് ചെയ്ത് ചില്ലാവ്. ഡിസ്കോഡ് മ്യൂട്ടടാ. ചില്ലാവ്. എനിക്കറിയാം എന്റെ മെമ്പേഴ്സിനെ തൊട്ടാ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന്. എനിക്ക് കൂളാവാൻ പഠിപ്പിക്കേണ്ട ആരും എന്നെ. ഞാൻ പണ്ട് തൊട്ട് ഇങ്ങനെയാ. ഇന്നലെ ലൈവ് കാണാൻ തുടങ്ങിയിരുന്നോ അല്ല ഇവിടെ ഉള്ളത്. ഞാൻ നേരത്തെ തൊട്ട് ഇങ്ങനെയാ. വേറെ ആർക്കും വേണ്ടി എനിക്ക് മാറാനൊന്നും പറ്റൊന്നുമില്ല. അത് നിനക്ക് പുതിയതായിട്ട് കാണുന്നവന് ഫ്രസ്ട്രേഷൻ ആവാൻ. നീയൊക്കെ ചിലപ്പോൾ മഹാത്മാഗാന്ധി മാത്രം കണ്ടായിരിക്കും വളർന്നത്. എനിക്ക് അറിഞ്ഞൂടാ. അമ്പേളെ മാത്രം കണ്ടു വളർന്നത് പിന്നെ എങ്ങനെയാണ്? മനുഷ്യന് ദേഷ്യം വന്നാൽ ദേഷ്യം എക്സ്പ്രസ് ചെയ്യും, സന്തോഷം വന്നാൽ സന്തോഷം എക്സ്പ്രസ് ചെയ്യും. അങ്ങനെ തന്നെയാണ്. എവിടെ ഉണ്ടാ അവന്മാര്? അമ്മര് വെറുതെ നിൽക്കുവാണോ? എന്താ ഇവിടെ ഭയങ്കര കത്തല് ഇവിടെ. ഇതെന്താ പറ്റി? ഇവിടെ സിറ്റി അടിച്ചു പോയതാണോ? ഇതെന്താ ഇങ്ങനെ? ഹലോ അടിച്ചൊന്ന ആള് തന്നെയാന്ന് പിക്ക് ചെയ്യുന്നതിനൊക്കെ ഉറപ്പുണ്ടോ?
നിനക്ക് ഉറപ്പുണ്ടോ? അല്ല നീയൊക്കെ എന്തോ ഡ്രസ് ഒരേപോലെ എന്തോ സെയിം വണ്ടി എന്തോ ആ വണ്ടി ഫ്രീ വണ്ടിയാന്ന് പറഞ്ഞിട്ട് കാണുന്നവരെല്ലാം പിടിച്ചടിക്കുവോ? എല്ലാവരും അടിക്കും. താരം ചത്ത് കിടന്നാ പറഞ്ഞ ഫ്രീ വണ്ടി ഒന്നും അടിച്ചോന്നാ പറഞ്ഞത്. എന്ത് പറഞ്ഞില്ല ഉടനെ തല്ലുവോ നിങ്ങള്? അത് വേറെ ഊച്ചാളിക്ക് എങ്ങനെ തല്ലുന്ന പോലെ തല്ലിയ വിട്ടുപോലെ കിടക്കും അവൻ, മനസ്സിലായ? അത്രേ ഉള്ളൂ. അല്ല ഗ്യാങ് ഡ്രസ് ആണ്, ചോദിച്ചിട്ട് ചെയ്യണം. എന്റെ വായില്ലേ, നമ്മൾ സംസാരിക്കുമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. ആരും പറയുന്നില്ലല്ലോ. ആരും പറഞ്ഞില്ല ഉടനെ കൊല്ലു. അപ്പൊ ഇപ്പൊ ഞാൻ നിൽക്കുന്ന എല്ലാത്തിനും നിരത്തി അടിച്ചിട്ടെ അങ്ങ്. ചോദിക്കാതിരുന്നു കഴിഞ്ഞാ റിപ്ലൈ അല്ല എന്തെങ്കിലും എന്താ ചെയ്യാ? ഞങ്ങൾ റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. എന്തേ പറ്റൂലേ? ആ സമയത്ത് പിറ്റേതുകൊണ്ടിരുന്ന റിപ്ലൈ ചെയ്തിരുന്ന ആര് പിറ്റ് ചെയ്തോണ്ടിരുന്നത്? നിങ്ങൾ ആദ്യം പറഞ്ഞു പിറ്റിയിട്ട് പോയെന്ന്. നിങ്ങളുടെ വണ്ടി നമ്മൾ കൊണ്ട് അടിച്ചിട്ടോ? ഞങ്ങളൊരു സിറ്റുവേഷൻ ആയിട്ട് വേറെ സിറ്റുവേഷൻ ആയിട്ട് നിൽക്കുക. ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് അയാൾക്ക് പുള്ളിക്ക് അവിടെ വരണം. അപ്പൊ നിങ്ങളെ ഇടിച്ചോണ്ടിരിക്കാനാണോ ഞങ്ങളുടെ പരിപാടി? നിങ്ങളുടെ വണ്ടിയാണ് തട്ടിക്കൊണ്ടിരുന്നത്, അതുകൊണ്ടാണ്. ഞങ്ങളുടെ വണ്ടിയാണെന്ന് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും നിങ്ങൾക്ക്? ഏത് വണ്ടി അടിച്ചേ? സിറ്റിയില് ഫ്രീ വണ്ടി എല്ലാവർക്കും ഉണ്ട്. എടാ രായ, നീ കൂടെ വന്നേ രായ. അവൻ പറയണത് നീ അവനെ അവന്മാരുടെ വണ്ടി ഇടിച്ച് കളഞ്ഞോണ്ടിരിക്കുവായിരുന്നാ. വാ വാ ഇങ്ങോട്ട് വാ. എന്തൊക്കെ കരച്ചിലല്ലേ ബ്രോ. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഈ വ്യൂസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് കൊണ്ട് കൊടുത്തൂടെ? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി, അവരെന്തോ ഒരു എഫേർട്ട് ഇട്ട് സ്ട്രഗിൾ ചെയ്ത് സ്ട്രീം ചെയ്യുമായിരിക്കും. എന്നെ ഇത്രയ്ക്ക് ഇഷ്ടമല്ലാതെ നിങ്ങൾ ഇത് എൻജോയ് ചെയ്യണേ എങ്ങനെയാ? ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ പറ്റും നിങ്ങൾക്ക്? ഞാനാണ് എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരുത്തന്റെ 7 അയലത്ത് പോലും പോവില്ല. എനിക്ക് ഇഷ്ടമല്ല, എനിക്കൊരുത്തരും ഇഷ്ടമല്ലെങ്കിൽ ഞാൻ അവനെ കാണാനോ അവന്റെ സോഷ്യൽ മീഡിയ എടുത്തു നോക്കാനോ അവൻ എന്തോ ചെയ്യുന്നേ നോക്കാനോ ഞാൻ പോത്തില്ല. എനിക്ക് ഇഷ്ടമല്ല അത്. എടാ അടിക്കല്ലേ. ഇവിടെ 3 പേരെ കൊന്നു. അണ്ണാ ഇത് ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ റിപ്പയറിന്റെ അവിടെ പോയി. റിപ്പയറിന്റെ അവിടെ വണ്ടികൾ അവന്മാര്. നീ ഇങ്ങോട്ട് വാ. റിപ്പയർ ഉണ്ട് ഇവിടെ. അല്ല ഇവിടെ ഉണ്ട്. ഏതാ നീ? ഇതാണോ? നിന്റെ മര്യാദയൊക്കെ നിനക്കൊക്കെ പഠിപ്പിച്ചു തരാം ഞങ്ങള്. മര്യാദ നിനക്ക് കാണിച്ചു തരണോ? നിനക്ക് നമ്മുടെ മര്യാദ എന്തോന്ന്? സാധാരണ ഞങ്ങളിങ്ങനെ അധികം സംസാരിക്കാറില്ല. കൊണ്ടുപോയിട്ട് എഴുപ്പിക്കാറുണ്ട് ഗ്യാങ്സിലിട്ട്. നിന്നെ എപ്പോഴാണ് മൾട്ടിപ്പിൾ ഞാൻ ഇടിച്ചിട്ടത് ഒന്ന് പറഞ്ഞു തരൂ? പറടാ. അല്ല ഞാൻ ചോദിക്കട്ടെ, സെയിം ഡ്രസ് എന്നല്ലല്ലോ പറയണേ. ഇപ്പൊ ഇവിടെ ഒരുത്തി നിന്നില്ലേ? അവളെ പറഞ്ഞ അങ്ങനെ അല്ലല്ലോ. അവള് സെയിം ഡ്രസ്സിന്റെ കാര്യം മാത്രമല്ലല്ലോ പറയണ അവള്. അണ്ണാ റിപ്പയറിന്റെ അവിടെ ഇവന്മാരെ ഗ്യാങ് വണ്ടി ഇവന്മാര് നിറഞ്ഞു. റിപ്പയർ നിന്റെ ഒക്കെ പൊതുത്തൊത്താ, നിന്റെ പൊതുത്തൊത്താ റിപ്പയർ ചെയ്യാൻ വന്നൂടെ? അറ്റ്ലീസ്റ്റ് നിന്റെ ദേഹത്ത് തട്ടിയെങ്കിൽ നീ വന്ന് ചോദിക്കണം ബ്രോ എന്തിനാ തട്ടിയെന്ന്. മൾട്ടിപ്പിൾ ടൈം വന്ന് ഇടിച്ചാ നിന്നെ എപ്പോഴാണ് മൾട്ടിപ്പിൾ ടൈം ഞാൻ വന്ന് ഇടിച്ചത് വണ്ടിയില്? പറടാ. നിന്റെ മര്യാദ സംസാരിക്കണോ? ഞാൻ ഇനി മര്യാദ സംസാരിക്കണോ? ചുമ്മാ അടിച്ചു വന്നിട്ട് നിന്റെ കൂട്ടത്തിലുള്ള പറഞ്ഞില്ല മര്യാദ സംസാരിക്കാൻ പറ്റൂല. ഇങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ. നിന്റെ ലീഡർ എടുത്തോണ്ടോ എന്ത് ചില്ലാവും ബ്രോ? ചുമ്മാ എന്ത് ചില്ല? നിങ്ങൾക്ക് ചില്ലാൻ പറയണം. നമ്മള് വേറെ സിറ്റുവേഷൻ ഞങ്ങൾ മിണ്ടായിരിക്കണോ? എന്താണ് പ്രശ്നം? കൂട്ടത്തിൽ ഒരുത്തരെ കൊന്നിട്ട് ചില്ലായിട്ടിരിക്കാൻ രണ്ടാം അടിച്ചിടല്ലേ ചന്ദ്ര? ഇവരെ തല്ലല്ലേ? ചന്ദ്ര ഇത് നമ്മള് വേറെ സാധനം സംസാരിച്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. സംസാരിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് രായനെ അടിച്ചിട്ടുണ്ട്. എടാ റിപ്പയർ പോയപ്പോ ഇവന്റെ അവനെ ചെറുതായിട്ട് തട്ടി അവൻ സിറ്റുവേഷൻ എടുക്കാനൊന്നും പഠിപ്പിക്കല്ലേ. നീയൊക്കെ സിറ്റുവേഷൻ എടുക്കണം എങ്ങനെയാണെന്ന് ഞാൻ അടുത്ത വട്ടം എടുത്തു വെച്ചങ്ങ് കാണിക്കും. ജട്ടി ഇട്ടിട്ടുണ്ടോടാ? നിന്റെ കൊട്ടക്ക് താഴെ സാധനം ഉണ്ടോടാന്ന് ചോദിച്ച് സിറ്റുവേഷൻ എടുക്കുന്ന POയും ഞാൻ കാണിച്ചു തരാം നിനക്കൊക്കെ.
ഇത് നമ്മുടെ ഒരുത്തിനെ അടിച്ചിട്ടുണ്ടാ ചോദിച്ചേ. നിന്റെയൊക്കെ കൂട്ടത്തിലുള്ളവന്മാരെ അടിച്ചിടുമ്പോ കേറി ചെന്നിട്ട് നീയൊക്കെ മറ്റേ മിണ്ടാതിരിക്കുമായിരിക്കും പേടിച്ചിട്ട്. പക്ഷെ നമ്മളങ്ങനല്ല, ടി വി അങ്ങനല്ല ശീലിച്ചത്. ഇനി ഏതവനാണേലും നമുക്ക് മുകളിലുള്ളവരാണ് താഴെ ഉള്ളവരാണെങ്കിലും സിറ്റുവേഷൻ എടുത്ത് തീർത്തിട്ടേ പോകത്തുള്ളൂ. അല്ലാതെ ഞങ്ങൾക്ക് കറണ്ട് ഇല്ല ഇതൊന്നും പറയത്തില്ല. 18 വരെ ഉള്ളെങ്കിൽ 18 വരെ വെച്ച് അടിക്കും ഞങ്ങൾ. എന്താ ടിവിയുടെ ഗ്യാങ്സ് കണ്ടില്ലേ നീ? നമ്മളെ ടിവിന്ന് മനസ്സിലായില്ലേ അവന്? അല്ലല്ലതാ അവൻ അടിച്ചവന് കാര്യം മനസ്സിലായി. അവന് കാര്യം മനസ്സിലായി ആളല്ലെന്ന്. ഈ മറ്റവനും വാക്കുവാണ് വർത്താനം കൂടുതല്. മാനിയോട് സംസാരിക്കാൻ. നീ ആരും ഇവിടുത്തെ മേയറാ? നിന്നെ ഞാൻ കുനിഞ്ഞു സംസാരിക്കാൻ. അവരടിയിലുണ്ട്. അടി പോയാ ഇല്ല അത് ഓൾറെഡി ഉണ്ടാക്കി. അല്ല അതിനെടുക്കണ്ട, ആ സിറ്റുവേഷൻ എടുക്കണ്ട. ആ സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് അവൻ വിളിച്ചായിരുന്നു, അതിനെടുത്തോളാം ഞാൻ. ഇവന്മാരുടെ അടുത്തൊരു തീരുമാനമാക്കട്ടെ. തീരുമാനം ആയില്ലെങ്കിൽ ഇന്ന് അവന്മാര് സിറ്റിയിൽ നിന്ന് പോകുന്നതിന് മുമ്പേ അടിച്ചിട്ടേ പോവുള്ളൂ. എടാ ഇവന്മാരുടെ കൂട്ടത്തിൽ നിന്നേ ഏതോ ഒരു തൊലിഞ്ഞ കളവനെ മറ്റേ നമ്മളെ വിളിച്ചിട്ട് പറയാണ് ഞങ്ങൾ MRCയുടെ സിറ്റുവേഷൻ ഡ്രോപ്പ് ചെയ്യുവാന്ന് പറഞ്ഞ്. ഇവർ തൊട്ട് മുമ്പ് ഇവന്മാരുടെ കോ-ലീഡർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞതാണ് സിറ്റുവേഷൻ ഉണ്ട് 11 കാലാകുമ്പോ റെഡി ആവുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതാ. അത് വെച്ച് എടുക്കാൻ പറ്റത്തില്ലെന്നോ? മറ്റേ സിറ്റുവേഷന്റെ ഫ്ലോ ആണെന്നോ? ഇനി അടുത്ത ദിവസം അങ്ങനെയാണെങ്കിൽ അതാ വിട്ടേരട്ടെ. അത് എനിക്ക് വെളിയിൽ സംസാരിക്കട്ടെ. ഇവന്മാരെ എവിടെ നിൽക്കട്ടെ, എവിടെ കണ്ടാലും ഞാൻ പോയി ചോർന്നോളാം. കൂൾ ഡൗൺ ഒന്നും ഇല്ലല്ലോ. ഇതൊന്നും തീരുമാനമാക്കട്ടെ. ഇവന്മാരുടെ പ്രശ്നം തീർത്തോട്ടെ ബ്രോ. പരാതി ഒന്നും ഇല്ലല്ലോ. നമ്മളിവിടെ വിടാൻ റെഡിയാ. നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ അടിച്ചു, നമ്മൾ തിരിച്ചടിച്ചിട്ട് നമ്മളിവിടെ വിടാൻ റെഡിയാ. നമുക്ക് വാറും പരിവാറും ഒന്നും വേണ്ട. ഓക്കെ, നിങ്ങൾ റെഡിയല്ലേ? ഓക്കെ ശരി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ല ഇനി അഥവാ അടിക്കണമെങ്കിൽ നമ്മളെ വിളിച്ചാൽ മതി. ശരി, വാടാ.